നമസ്കാരം. മീഡിയ പ്ലസ് അവതരിപ്പിക്കുന്ന മായാക്കാഴ്ചകളുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓണത്തെ വരവേൽക്കുന്നതിനായി നാം എല്ലാം തയ്യാറെടുത്തിരിക്കുകയാണ്. ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പൂക്കളങ്ങളാണ്. ആ പൂക്കളം ഒരുക്കുന്നതിനായിട്ട് ഒരു കർഷകൻ 18 ഏക്കറോളം സ്ഥലത്ത് പൂക്കൃഷി ഒരുക്കി കാത്തിരിക്കുന്ന കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ മായാക്കാഴ്ചകൾ പോകുന്നത്. ആ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കണ്ടുവരാം. മായാക്കാഴ്ചകൾ എത്തി നിൽക്കുന്നത് ആനാട് പഞ്ചായത്തിലാണ്. ഏകദേശം 35 വർഷത്തോളം കർഷകനെന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്തിരുന്ന ജോയിയോടൊപ്പമാണ്. ജോയി ഇത്തവണ പൂക്കൃഷിയിലോട്ട് കടന്നിരിക്കുകയാണ്. നമസ്കാരമുണ്ട് ജോയി. നമസ്കാരം. എന്താണ് ഈ പച്ചക്കറി കൃഷിയിൽ നിന്ന് നേരെ പൂക്കൃഷിയിലോട്ട് മാറാനുള്ള കാരണം? ആനാട് പഞ്ചായത്തും കൃഷിഭവനും കൂടി പറഞ്ഞ് ഈ പ്രാവശ്യം ഈ പൂത്തോട്ടം ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്ത് നോക്കാം എന്നുള്ള കണ്ടീഷൻ പറയുകയും അവരെന്നോട് സഹകരിക്കുകയും അതിനൊപ്പം അവർ സഹായം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 18 ഏക്കറോളം സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ചെടിയുടെ ഇടയ്ക്ക് വേറെയും കൃഷി ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? അത് വെള്ളരി ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ ജമന്തിയുടെ കൂടെ വെള്ളരിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃഷിയാണ് എൻ്റെ മുഖ്യ ഉപജീവനം. ഓക്കെ. പക്ഷേ ഇതിനു കൂടി ചേർന്ന് ഇതും കൂടെ ചെയ്താൽ 2 വരുമാനം കിട്ടുമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെയാണ് പുതിയ ഒരു നയത്തിലേക്ക് 2 ആദായം ഒരേ സമയം അതെടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഒരേ സമയത്ത് 2 ആദായം, അതായത് ഈ പൂക്കൃഷിയോടൊപ്പം തന്നെ ഓണത്തിന് നമുക്ക് ഈ പൂക്കളൊക്കെ കച്ചവടം ചെയ്യാം, അതോടൊപ്പം തന്നെ വെള്ളരിയും ഇതിൽ നിന്ന് നമുക്ക് ആദായമായിട്ട് എടുക്കാൻ പറ്റും. ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ് കൃഷി? എനിക്ക് പാവലുണ്ട്, പയറുണ്ട്, പടവലമുണ്ട്, സലാഡ് വെള്ളരിയുണ്ട്, ഏത്തവാഴയുണ്ട്, മരിച്ചിനിയുണ്ട്, പിന്നെ കുമ്പളം ഉണ്ടായിരുന്നു, ഇപ്പോൾ തീർന്നു. ഇനിയിപ്പോൾ ഉടനെ തൈ, ബാക്കി എല്ലാ സംവിധാനവും ഇതിനകത്ത് ചെന്നു. പിന്നെ പോത്ത് വളർത്തുന്നുണ്ട്. 8 പേരുണ്ട്. ഈ 18 ഏക്കറോളം സ്ഥലത്ത് എന്തായാലും ഇതിൻ്റെ പരിചരിക്കണമെന്നുണ്ടെങ്കിൽ 8 പേരല്ല 13 പേര് വേണം. പക്ഷേ ഞാനും വൈഫും കൂടെ ഇവിടെ രാവിലെ തൊട്ട് വരുന്നതുകൊണ്ട് ഒരു 3 പേരുടെ പണി 4 പേരുടെ പണി നമ്മൾ തന്നെ ചെയ്യും. രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തെ സാധനം എടുക്കാനും പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മളാണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും ആളിനെ നമ്മൾ കുറച്ചുകൊണ്ട് നമ്മൾ കൂടി കർഷകനായി മാറുകയാണ്. ബാക്കി സാധാരണ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഈ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭ്യമാവുക സാധാരണമാണ്. എത്രത്തോളം അത് ലഭ്യമായിട്ടുണ്ട്? അവരുടെ സഹായമുണ്ട്. സഹായം ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. കൃഷി ഓഫീസർ ഇപ്പോൾ ഇരിക്കുന്ന ഓഫീസറായിരുന്നാലും നേരത്തെ ഇരുന്നിരുന്നാലും നമ്മളോട് നല്ല സഹകരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ പഞ്ചായവും കൂടെ വിചാരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റഴിക്കാനുള്ള സംവിധാനം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം പൂവായിരുന്നാലും ഇപ്പം ഞാൻ ഇത്ര ഏരിയ ആദ്യമായിട്ടാണ് ഇടുന്നത്. നേരത്തെ ഇത്ര ഏരിയ ഇട്ടിട്ടില്ല. പൂവ് ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഇത്ര ഏരിയ നേരത്തെ 7 ഏക്കറിന് മേളിൽ കൃഷി പല ഐറ്റങ്ങളായിട്ട് ഏത്തനും മറ്റതും എല്ലാം കൂടി 7 ഏക്കർ 8 ഏക്കറിനകത്തൊക്കെ എനിക്ക്. അപ്പോൾ എനിക്ക് ഏകദേശം മൊത്തത്തിൽ 20 ഏക്കറോളം എനിക്കുണ്ട് നിലവിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എനിക്കുള്ളതുപോലെ മറ്റുള്ളവർക്ക് മരപ്പെടുത്ത ഇത് വിറ്റഴിയാനുള്ള സംവിധാനം വളരെ കുറവാണ്. ഞാൻ ഇന്നലെ നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 24 ചാക്ക് വെള്ളരിക്ക കൊണ്ടുപോയിട്ട് അത് എടുക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല.
അത്രയും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സർ എന്നെപ്പോലെ ഇപ്പോൾ ഒരുപാട് ഒരു കൃഷിയിലോട്ട് പിന്നെ വരുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് എന്നാണെന്നുള്ള കാര്യം എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ വിറ്റഴിയുന്നില്ല, സാധനം മാർക്കറ്റും വളരെ കുറവാണ്. വിപണനമാണ് ഒരു പ്രധാന ഘടകമായിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വന്യമൃഗ ശല്യമാണ്. ഇത് എത്രത്തോളം ഇവിടെ ബാധിക്കുന്നു? ഇവിടെ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് സോളാർ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ എല്ലായിടവും സോളാർ അടിക്കുക, അതിനുള്ള വളരെ എമൗണ്ട് കൂടുതൽ വരുന്നു. അവിടെ കിടക്കുന്ന സൈറ്റാണ്, ഒരു സൈറ്റ് മാത്രമല്ല. അവിടെ ഇതിൽ കംപ്ലീറ്റ് ഫുൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ വലിയ വിഷയമില്ല. പിന്നെ ഈ മുള്ളൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് സോളാർ ഇട്ടാലും അതിനിടയിൽ കൂടെ കയറി ഈ വെള്ളരിക്കയരെയൊക്കെ ഇതെല്ലാം തിന്നുകൊണ്ട് പോകും. കുറച്ച് മത്ത ഇട്ടിട്ടുണ്ട്, അതിനെല്ലാം ഇന്ന് രാവിലെ വന്നപ്പോഴത്തെ അതെല്ലാം കഴിക്കുന്നുണ്ട്. മുള്ളമ്പന്നി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജോയി വളരെ മനോഹരമായിട്ട്, മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ എത്തുന്നവർക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ചെങ്കോട്ട റോഡിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആനാട് പുത്തൻപാലം എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ട് മഞ്ഞ, അതുപോലെ തന്നെ ഓറഞ്ച് കളർ, അങ്ങനെ പലതരത്തിലുള്ള പല നിറങ്ങളിലുള്ള ജമന്തിപ്പൂക്കൾ. ഇത് മാത്രമാണ്, ഈ ജമന്തിപ്പൂക്കൾ മാത്രമാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അല്ലേ? പൂക്കളിൽ ഇത് രണ്ടുമാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൽ കൂടെ തന്നെ കാണുന്നത് എല്ലാവർക്കും അവിടെ റോഡിൽ നിന്ന് കാണാൻ കഴിയില്ല. ഇതിനകത്ത് വെള്ളരിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദായം എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതാണ്, ഇനിയും ഒത്തിരി ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുവാനുണ്ട്. നമുക്കറിയാം ഈ കർഷകർ നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്, ഈ വന്യമൃഗങ്ങളുടെ ശല്യം. രണ്ടാമത്തേത് ഇതിൻ്റെ വിപണനമാണ്. അതാണ് ഇവിടെ ജോയി പറഞ്ഞു വെച്ചത്. ആനാട് പഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ആനാട് ജി ചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓണമൊക്കെ വരെയല്ലേ. ആനാട്ടത്തെ ഒരു പ്രമുഖ കർഷകനാണ് ജോയി. ഇപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പോൾ പൂക്കൃഷി കൂടി തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വിപണനമാണ് ജോയി പറയുന്നത് ഒരു വെല്ലുവിളിയായിട്ട് നേരിടുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട? ജോയി ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നത് കൃഷിയാണ്. ഇതിൽ വരുന്ന ഏറ്റവും വലിയ രസം, നമുക്കിപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്കെല്ലാം വളരെ മനസ്സിന് കുളിർമയുള്ളതാണ്, ഇമ്പമുള്ളതാണ്. പക്ഷേ ജോയിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഇമ്പം ഒന്നും പറയാൻ സാധ്യതയില്ല. കാരണം അതിന് ചിലവാക്കുന്ന പണം ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ വിത്ത്. നമ്മൾ കേരളത്തിൽ അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും മണ്ണിൻ്റെ ഘടനയ്ക്കും അനുസരിച്ചുള്ള വിത്തൊന്നും ഇവിടെ നമ്മളെ ഫീഡ് ചെയ്ത് കിട്ടുന്നില്ല. ഇതിൻ്റെ വിപണനം ഇപ്പം തമിഴ്നാടിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഹാരം കെട്ടുന്നവരെല്ലാം ഇത് കഴിയുന്നത്. ഇവിടെ നിന്ന് അവർ വാങ്ങിയാൽ അവർക്ക് വില കുറച്ച് ഇവിടുന്ന് സാധനം കൊടുക്കാൻ പറ്റും. പക്ഷേ അവർക്ക് സ്ഥിരമായി കൊടുക്കാനുള്ള സംവിധാനം ഈ കൃഷി കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ തമിഴ്നാട്ടുകാരിൽ നിന്ന് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നവർ അവർ എടുത്തില്ലെങ്കിൽ ഇവരെ കച്ചവടം മുട്ടും, അവർക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. അതൊരു പ്രതിസന്ധിയാണ്. കേരളത്തിലാകെ ഇതൊരു കാർഷിക മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് വിത്ത്, അതിൻ്റെ വളം, അതിൻ്റെ കീടനാശിനി, അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ അതെല്ലാം കൃത്യമായി സമയാസമയങ്ങൾ കൊടുക്കാനും തുടർച്ചയായ പ്രക്രിയയായി ഇത് കൊണ്ടുപോകാനും, പുഷ്പകൃഷിയായാലും മറ്റ് കൃഷികളായാലും തുടർച്ചയായി കൊണ്ടുപോകാനുള്ള സംവിധാനം കേരളത്തിൽ, പ്രത്യേകമായി ഓണം, വിഷു, പെരുന്നാൾ ഇങ്ങനെയൊക്കെ വരുന്ന സീസണിൽ ഒരു പ്രത്യേകമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ സ്ഥിര സംവിധാനമായി ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടുകൾ ഇനിയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാരും ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തുകളും അവരുടെ പ്രോജക്റ്റുകളിലുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാനാവൂ. ഇപ്പം നമുക്ക് കണ്ട് രസിച്ചു പോവാം എന്നുള്ളതല്ലാതെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സെപ്പോഴും വേദനയാണ്. ആനാട് കൃഷി ഓഫീസർ ജിതിൻ ആണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. നമസ്കാരം. ഇപ്പോൾ സാധാരണയായി കാർഷിക മേഖല പാടെ പലരും ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. കാരണം വന്യമൃഗങ്ങളുടെ ശല്യം, അതുമാത്രമല്ല പ്രകൃതിക്ഷോഭം, വിപണനം,
ഇതൊക്കെ വലിയ പ്രതിസന്ധിയായിട്ട് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. കാര്യം പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയിലോട്ട് പുതിയ ആളുകൾ കടന്നു വരുന്നില്ല എന്നുള്ളതും ഒരു വിഷയമാണ്. ഇപ്പോൾ ജോയിയെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള പൂക്കൃഷി, ഒപ്പം മറ്റ് കാർഷിക വിളകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൃഷിഭവനിൽ നിന്നുള്ള ഒരു ആനാട് കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജോയ് എന്ന് പറഞ്ഞാൽ മികച്ചൊരു നമുക്ക് കൃഷിഭവനും അതുപോലെ തന്നെ പഞ്ചായത്തിനും തന്നെ മാതൃകയാക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് കാർഷിക മേഖലയിൽ ഏറെ സംഭാവന നൽകിയിട്ടുള്ളൊരു കർഷകനാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെയാണ് പുഷ്പകൃഷി നടപ്പിലാക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൻ്റെ പൂവനി എന്നുള്ളൊരു പുഷ്പകൃഷി പദ്ധതി നമ്മുടെ ജില്ലയിൽ ഒട്ടുക്കും എല്ലാ പഞ്ചായത്തുകളും ഏറ്റെടുത്തിട്ടുണ്ട്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ആനാട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും പൂവനി പുഷ്പകൃഷി എന്നുള്ള രീതിയിൽ ജനകീയാസന പദ്ധതി, ഈ വർഷത്തെ ജനകീയാസന പദ്ധതിയുടെ ഭാഗമായിട്ട് അതിന് ഫണ്ട് മാറ്റിവെക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 3 ഹെക്ടർ ഏരിയയിൽ നമ്മൾ പുഷ്പകൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിപണി കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ പ്രാദേശിക കർഷകരെ സംബന്ധിച്ചിടത്തോളം പുഷ്പകൃഷിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുഷ്പകൃഷി മാത്രമായി ചെയ്യുന്നതിലുപരിയായിട്ട് പുഷ്പകൃഷിയും പച്ചക്കറി കൃഷിയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചേക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വെള്ളരി കൃഷിയും അതിൻ്റെ കൂടെ ചെണ്ടുമല്ലിയും ചേർത്താണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 2 ഗുണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. ഒന്ന് വെച്ചാൽ ഒരു ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് മാതൃകയാണിത്. കാരണം ചെണ്ടുമല്ലി കൃഷി നമ്മൾ ചെയ്യുന്ന സമയത്ത് മറ്റ് പച്ചക്കറി കൃഷികൾക്ക് അത് മറ്റ് കീടരോഗങ്ങളെ നിയന്ത്രണത്തിനുള്ളൊരു നല്ല മാതൃകയാണ് ഈ പറയുന്ന ചെണ്ടുമല്ലി കൃഷി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിക്ക് നമ്മൾ കൂടുതലായിട്ട് വളവും മറ്റ് പരിചരണവും കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പുഷ്പകൃഷിയെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ പറഞ്ഞ പോലെ വിപണി കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രയാസം തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് പ്രാദേശികമായി തന്നെ വിപണി കണ്ടെത്താനുള്ള സാധ്യതകൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലൊക്കെ ആലോചിച്ച് അതിനുള്ള നടപടികളായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ പച്ചക്കറി കൃഷിയും പുഷ്പകൃഷിയും ഒന്നിച്ച് ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശ്രീ ജോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ ഇത്തവണ നമ്മുടെ സംസ്ഥാന കർഷക അവാർഡിൽ ഹരിതമിത്ര മികച്ച പച്ചക്കറി കർഷകനുള്ള ആ ഒരു കാറ്റഗറിയിൽ ജില്ലാതലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്ക് നോമിനേഷനായിട്ട് പോവുകയും ചെയ്തതാണ്. അവസാന റൗണ്ട് വരെ അദ്ദേഹത്തിൻ്റെ ഒരു നോമിനേഷൻ അവിടെ ഉണ്ടായിരുന്നു. അവസാന റൗണ്ടിലാണ് അദ്ദേഹം കുറച്ച് ചെറിയ കാരണങ്ങൾ പിന്തള്ളപ്പെട്ടു പോയത്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കർഷകനാണ് അദ്ദേഹം. നമ്മുടെ ഈ പറയുന്ന കാർഷിക മേഖലയിൽ നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു ഓണം സീസൺ അല്ലെങ്കിൽ ഇന്ന് സീസൺ കണക്കാക്കി മാത്രം കൃഷി ചെയ്യുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. വർഷം മുഴുവനായിട്ടും കൃഷിയുള്ള ഒരു മേഖലയാണിത്. ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന മറ്റ് കർഷകർക്കും യുവ കർഷകരൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കൃഷി ഒരു നഷ്ടമാണ് എന്നുള്ളതിന് ഒരു അപവാദം സൃഷ്ടിക്കുക എന്നുള്ള രീതിക്കാണ് അദ്ദേഹം നഷ്ടമാണ് എന്നുള്ളതല്ല, പലരും ഇതിൽ നിന്ന് മാറിപ്പോകുന്നതിനുള്ള പ്രധാന കാരണം ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒരു വലിയ പ്രശ്നമായിട്ട്. വന്യമൃഗങ്ങളുടെ പ്രശ്നം നമ്മുടെ ആനാട് ഏരിയയിലും വലിയൊരു ഇഷ്യൂ തന്നെയാണത്. കാട്ടുപന്നിയുടെ പ്രശ്നമായാലും കുരങ്ങ് പോലുള്ള പ്രശ്നങ്ങളായാലും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതിയിലടക്കം നമ്മൾ ഈ സോളാർ വേലി അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് സോളാർ വേലിയുടെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ നമുക്ക് കാർഷിക മേഖല വിട്ട് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. അതിന് ഇദ്ദേഹത്തെ പോലുള്ള കർഷകരെ മാതൃകയാക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ആനാട് പഞ്ചായത്തിലെ മുൻ മെമ്പർ പുത്തമ്പാലം ഷഹീദ് നമ്മോടൊപ്പമുണ്ട്. ഷഹീദ്, ഈ കാർഷിക മേഖല പാടെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജോയിയെ പോലെയുള്ള കർഷകർ ഈ ആനാടിന് മാത്രമല്ല എല്ലാ നാടിനും മാതൃകയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പൂക്കൃഷിയിലൂടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇത്തരം പൂക്കളെ കാണുവാനായി തമിഴ്നാട്ടിൽ ചിലവഴിച്ച് വളരെ തുക ചിലവഴിച്ച തമിഴ്നാട്ടിൽ സുന്ദരപാണ്ഡ്യപുരം എന്ന പോലെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അവിടെ പോയ വരൾച്ച വായിച്ച് പൂക്കളെല്ലാം നശിച്ച രീതിയിലാണ് കാണുന്നത്. എന്നാൽ ഈ മണ്ണിൽ നമ്മളെ പ്രിയപ്പെട്ട ജോയി ആനാട് ഗ്രാമപഞ്ചായത്തിലെ ഒരു മികച്ച കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ തീവ്രമായ ശ്രമഫലം കൊണ്ട് ഈ തരിശു ഭൂമി കിടന്ന ഈ വസ്തുവിനെ ഇത്ര നല്ലൊരു കൃഷിക്ക് വേണ്ടി പുള്ളി ചെയ്തു. അതിന് നമ്മുടെ ബഹുമാന്യ സഹകാരികളെല്ലാവരും കൂടി സഹകരിച്ച് അതിൻ്റെ വിപണനം കൂടി നടത്തി കൊടുത്താൽ പുള്ളി രക്ഷപ്പെടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് സഹകരണമുണ്ട്, പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്,
അല്ലേ? ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൃഷി ഓഫീസറൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ളൊരു കൃഷി ആനാട് പഞ്ചായത്ത്. ആനാട് പഞ്ചായത്തിൽ നമ്മുടെ ഈ ചെറിയ ഗ്രാമമായ പുത്തമ്പലം പ്രദേശത്ത് ഇത്രയും നല്ലൊരു കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കിയതിൽ ശ്രീ ജോയിക്ക് ഞങ്ങൾ എല്ലാവരുടെയും അഭിനന്ദനം. അപ്പോൾ ആനാട് വളരെ പൂത്ത് ഉല്ലസിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ ജോയിയുടെ കൃഷിയിടത്തിൽ വരുമ്പോൾ എന്താണ് ഈ ജോയിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്? ജോയിയുമായിട്ടുള്ള ദീർഘകാലത്തെ സൗഹൃദത്തിൽ നിന്നിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കുടുംബപരമായി കിട്ടിയ ഒരു ഉപജീവന മാർഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കൃഷി. അതൊരു ജോലിയായി എടുക്കുകയും ആ സംരംഭത്തെ വിജയിപ്പിക്കുവാനായി ഭാര്യയും ഭർത്താവും കുടുംബവും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു വിത്ത് കൊണ്ട് വച്ചാൽ അത് പൂവായി കായായി അത് വിപണിയിൽ എത്തുന്നവരെയുള്ള പരിചാരകവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ജോയി. പുതിയതായിട്ടാണ് ഈ പൂ മേഖലയിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആനാട് ഗ്രാമപഞ്ചായത്തും ആനാട് കൃഷിഭവനും വളരെ സഹായിച്ചു. അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ പൂന്തോട്ട കൃഷി ജോയി ആരംഭിച്ചത്. പക്ഷേ ഇത് വിറ്റഴിക്കാനുള്ളൊരു മാർഗം കൂടി നമ്മൾ ഈ ആനാടുകാരും ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാവരും ഇത് സഹായിച്ച് ജോയിയെ ഈ സംരംഭത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു എളിയ സാമൂഹിക പ്രവർത്തന നിലയിലാണ് എൻ്റെ അഭിപ്രായം മാന്യ പ്രേക്ഷകർ കേൾക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ആനാട് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ നായരാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ജോയിയുടെ പാടത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവിടെ സാധാരണ വ്യത്യസ്തമായിട്ട് ഈ പച്ചക്കറി കൃഷിക്ക് പുറമെ ചെണ്ടുമല്ലിപ്പൂക്കളും കൃഷി ചെയ്തിട്ടുണ്ട്. അത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം സഹകരണം അതിനകത്തുണ്ടായിട്ടുണ്ട്? ഇത് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഓണക്കാലത്ത് അത്തപ്പൂക്കളം ഇടുന്നതിന് വേണ്ടി യഥേഷ്ടം പൂവുകൾ ലഭ്യമാക്കണമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂവനി പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമാണ്. ഏകദേശം 3 ഹെക്ടറോളം സ്ഥലത്ത് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇത് കൃഷികൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വാർഡിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ പുറമ്പോക്ക് ഭൂമിയും ചെറയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ഇന്ന് വളരെ മനോഹരമായി ആ ജോയ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഉത്തമ സുഹൃത്ത് കൂടിയാണ്. ഇന്ന് ജില്ലയിലെ ഏറ്റവും നല്ലൊരു കർഷകനുള്ള അവാർഡ് ഈ ചിങ്ങമാസം 1-ാം തീയതി സ്വീകരിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. മാത്രവുമല്ല സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും നല്ല കർഷകന് വേണ്ടിയുള്ള അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരാളും കൂടിയാണ് അദ്ദേഹം. ഏകദേശം ഈ ആനാട് പഞ്ചായത്തിൽ തന്നെ ഒരു 15 ഏക്കറോളം വസ്തുവിൽ ഈ സമ്മിശ്ര കൃഷികൾ ചെയ്യുന്നുണ്ട്. മരക്കറി കൃഷിയായിരുന്നാലും ബാക്കിയല്ല. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സർക്കാരിൻ്റെ ഭാഗമായി വന്ന് ഇത് ചെയ്യിക്കപ്പെടും. കഴിഞ്ഞ കാലങ്ങളിലും ബ്ലോക്കിൻ്റെ ഒരുപാട് പദ്ധതികളുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തനം നടന്നെങ്കിൽ പോലും നമ്മൾ ആശിക്കുന്ന തരത്തിൽ അദ്ദേഹം ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രതിഫലം അല്ലെങ്കിൽ അതിനകത്തൊരു പ്രതിഫലം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബ്ലോക്കിൻ്റെ ഭാഗത്തു നിന്നും കിട്ടാറില്ല. മാത്രമല്ല ഇന്നിപ്പോൾ ഈ പൂവുകൾ ഇത്രയും ഉണ്ട്, നല്ല മനോഹരമായി പൂക്കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് നടത്തി. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇന്ന് ഏറ്റവും വലിയൊരു വിഷയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 100-140 രൂപ ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് ഇന്ന് 40-35 രൂപയിലേക്ക് ഈ ജെണ്ടുമല്ലി പൂക്കൾ വിൽക്കുന്ന സ്ഥലത്തിലേക്ക് എത്തി. മാത്രമല്ല അത് ഏറ്റെടുക്കാൻ ആളില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം വെള്ളരിക്കയും പടവലവും അങ്ങനെയുള്ള പയറും സലാഡ് വെള്ളരിയും പാവയ്ക്കൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് എടുക്കുവാൻ അതിനകത്ത് ഒരു മാർക്കറ്റിംഗ് നടത്തുവാനുള്ളൊരു വിഷയം വളരെ അധികം ബുദ്ധിമുട്ട്. മാത്രമല്ല ദിവസവും 10-15 ഇത് ജോയി എന്ന് പറയുന്ന ആ പുള്ളിയുടെ മാത്രമല്ല കേരളത്തിലൊരു മൊത്തം അവസ്ഥയാണ്. നമ്മൾ പച്ചക്കറി കൃഷിക്കും ബാക്കി എല്ലാത്തിനും സർക്കാർ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ പോലും അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കർഷകരെ നടുവൊടിക്കുന്ന തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പൂവുണ്ട്, ഇന്നിപ്പോൾ എവിടെ കൊണ്ട് കൊടുക്കും എന്നൊരു സാഹചര്യം
നമ്മുടെ മനസ്സിനകത്തുണ്ട്. ഇപ്പോൾ തൊട്ടടുത്തൊരു പൂക്കച്ചവടക്കാരനടുത്ത് നമ്മൾ പറഞ്ഞപ്പോൾ കുറച്ച് 5 കിലോയോ 10 കിലോ എടുക്കാമെന്ന്. ഈ 5 കിലോയും 10 കിലോയും പൂ വെച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോയി കൊണ്ട് ഈ മറ്റൊരു കച്ചവടം നടത്തും പോലെ കച്ചവടം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടിയാണ് ഇന്ന് ഉള്ളത്. അതുകൊണ്ട് കൃഷി നല്ലത് തന്നെ, കൃഷി ചെയ്യാൻ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു, കൃഷി ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ മാർക്കറ്റിംഗ് ഇന്ന് ഏറ്റവും വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു ആളും കൂടിയാണ് ഈ ജോയി. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആ നിരന്തരമായ അഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ വാർഡിലെ ഒരു കർഷക തൊഴിലാളിയും കൂടിയാണ് അദ്ദേഹം. പച്ചക്കറിയോടൊപ്പം ചെണ്ടുമല്ലി കൃഷിയും നടത്തി ആനാട് പഞ്ചായത്തിനെ വർണ്ണ വിസ്മയത്തിൽ ആറാടിച്ച ജോയി എന്ന കർഷകൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ മായാക്കാഴ്ചകളിലൂടെ പ്രേക്ഷകർ കണ്ടത്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.